فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വ ഉള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടപ്പെട്ട യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുന്നത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് അല്പം സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് ഖുത്ബകളിലായിട്ടാണ് അത് വിവരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സുന്നത്തിനോടുള്ള അവഗണന വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സുന്നത്തിനോടുള്ള ഒരു പുച്ഛഭാവം നമുക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. അത് പണ്ഡിതന്മാരിലുമൊക്കെ ആ രോഗം പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുക. വലിയ വലിയ മുഹദ്ദിസീങ്ങൾ എന്നൊക്കെ നമ്മൾ കരുതി പോന്നിരുന്ന ചില ആളുകളൊക്കെ പിന്നീട് ഹദീസ് നിഷേധികളായിട്ട് മാറുന്ന കാഴ്ചകൾ നമ്മളൊക്കെ കാണുകയുണ്ടായി. സ്വഹീഹായി വന്ന ഹദീസുകൾ, പ്രബലമായ പരമ്പരകളിലൂടെ വന്ന ഹദീസുകൾ പോലും എത്ര നിസ്സാരമായിട്ടാണ് ഈ ആളുകളൊക്കെ തള്ളിക്കളയും. അപ്പം അതുകൊണ്ട് തന്നെ സുന്നത്തിൻ്റെ പ്രാധാന്യം ഇസ്ലാമിൽ എത്രയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുകയും അത് പൂർണ്ണമായും പിൻപറ്റുകയും വേണം എന്നാണ് എനിക്ക് ആമുഖമായി പറയുവാൻ. സുന്നത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രവാചകൻ
പഠിപ്പിച്ച് കാണിച്ച് തന്ന മാതൃകകളാണ് സുന്നത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഇടയിൽ ഒരു സുന്നത്തുണ്ട്, നമ്മളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്ന ഒരു സുന്നത്ത്. അതേതാണ്? നമ്മൾ ഈ ഫർള്, സുന്നത്ത്, മുബാഹ്, മക്രൂഹ്, വാജിബ് എന്നൊക്കെ പറഞ്ഞ ആ കർമ്മശാസ്ത്രത്തിൽ പഠിക്കുന്ന ഒരു സുന്നത്തുണ്ട്. ആ സുന്നത്തല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് കർമ്മശാസ്ത്രത്തിൽ ഉള്ള സുന്നത്തുകളാണ്, ഐച്ഛികമായ കാര്യങ്ങൾ. എന്നാൽ പ്രവാചകനെ പിൻപറ്റുന്ന വിഷയത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, എത്രമാത്രമായിരിക്കണം ആ പ്രവാചകനോടുള്ള സ്നേഹവും ഇഷ്ടവും കൂറും പ്രതിബദ്ധതയും ഒക്കെ എത്രയായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ആമുഖമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആ പ്രവാചകൻ ആരാണ്, എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അയച്ചത്, ഇത്യാദി കാര്യങ്ങളൊക്കെ നാം തുടക്കത്തിലൊന്ന് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പൂർത്തീകരണം അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. പ്രവാചകനെ അനുസരിക്കൽ എന്ന് പറയുന്നത്, പിൻപറ്റുക എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഭാഗമാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പ്രവാചകനെ അനുസരിക്കാതെ ആർക്കും സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയില്ല. ചില ആളുകളൊക്കെ പറയുമല്ലോ, എനിക്ക് ഖുർആൻ മാത്രം മതി, സുന്നത്ത് വേണ്ട. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമാണല്ലോ ഖുർആൻ, അതുകൊണ്ട് എനിക്ക് അത് മതി, അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഞാൻ ഉൾക്കൊള്ളും, പിന്നെ സുന്നത്ത് അത് എനിക്ക് വലിയ താല്പര്യമില്ല എന്നൊക്കെ ചില ആളുകളൊക്കെ പറയാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല. ഒരിക്കലും അത്തരം ചിന്താഗതിയുള്ള ആളുകൾക്ക് സ്വർഗത്തിൽ കടക്കുവാൻ സാധ്യമല്ല. കാരണം പ്രവാചകനെ പൂർണ്ണമായിട്ടും പിൻപറ്റിയാൽ മാത്രമേ ഒരാൾക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ആ സ്വർഗത്തിൻ്റെ വഴി വെട്ടിത്തന്നത്, തുറന്നു തന്നത്, ആ പാത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി പഠിപ്പിച്ച് തന്നിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ അപ്പുറത്ത് നമുക്ക് മുൻകടക്കാൻ, പ്രവാചകനെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ മുമ്പിൽ എപ്പോഴും പ്രവാചകൻ ഉണ്ടായിരിക്കും, ആ പ്രവാചകന്റെ പിന്നിലായിരിക്കണം നാം അണിനിരക്കേണ്ടത്. അത് എന്താണ് ഈ ഒരു ഈമാൻ കാര്യം? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം. നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും എന്താണ് എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദീനിലേക്ക്, ഈ മതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ മതത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുന്നത് അങ്ങനെയാണ്. നമുക്കറിയാം, വിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരായത്ത് നമുക്കൊക്കെ കാണാപ്പാടമാണ്. നാം ഉറങ്ങാൻ നേരമൊക്കെ നമ്മളത് ചൊല്ലിക്കൊണ്ടാണ് ഉറങ്ങുന്നത്. അതൊരു പ്രാർത്ഥനയാണ്. എന്താണ്? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലൂ സമീഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ഇവിടെ അല്ലാഹു വിശ്വാസികളുടെ സ്വഭാവം, റസൂലിൻ്റെയോടൊപ്പമുള്ള വിശ്വാസികളുടെയും സ്വഭാവം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവരുടെ സ്വഭാവം എന്താണ്? ആമനർ റസൂൽ, റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, അദ്ദേഹത്തിന്റെ റബ്ബിങ്കൽ നിന്നും അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും വിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. വിശ്വാസികൾ മുഅ്മിനീങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ, അവരെല്ലാം വിശ്വസിക്കുന്നു. ആമന ബില്ലാഹ്, അല്ലാഹുൽ വിശ്വസിക്കുന്നു. വമലായികതിഹി, അവന്റെ മലക്കുകളെ കൊണ്ടും വിശ്വസിക്കുന്നു. വകുതുബിഹി, അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നു. വറുസുലിഹി, അവന്റെ പ്രവാചകന്മാരിലും അവൻ അയക്കപ്പെട്ട പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവരാണവർ. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ഒരു പ്രവാചകനിലും
അവർ വിവേചനം കാണിക്കുകയില്ല, ഒരു പ്രവാചകനോടും അവർ വ്യത്യാസം കാണിക്കുകയില്ല, വ്യതിരിക്തത കാണിക്കുകയില്ല. എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കുന്നവരാണ് വിശ്വാസികൾ. വഖാലു, എന്നിട്ട് അവർ പറയുന്നതോ സമിഅനാ വഅതഅനാ. വിശ്വാസികളുടെ ഒരു മഹത്തായ ഗുണമാണ് അല്ലാഹു പറഞ്ഞത്, സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു അനുസരിച്ചു. ഇങ്ങനെ ആയിരിക്കണം നമ്മളും. വിശ്വാസികൾ എന്ന് പറയുന്നവർ അങ്ങനെയാണ്, വിശ്വാസികളുടെ സ്വഭാവം ഗുണമാണത്. വഖാലു, അവർ പറയും സമിഅനാ വഅതഅനാ. അല്ലാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു, ഞങ്ങൾ കേട്ടു അനുസരിച്ചു. ഇതിനപ്പുറം നമുക്ക് വർത്തമാനമില്ല, ഇതിനപ്പുറം നമുക്ക് ചാടി ഒരു വർത്തമാനം നമുക്കില്ല. അവിടെ നിൽക്കും നമ്മൾ, അവിടെ നിൽക്കണം നമ്മൾ. അതാണ് ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഉഫ്റാനക, അവർ പാപമോചനം തേടും. ഉഫ്റാനക, നീ പുറത്തു നൽകുന്നവനാണ്. റബ്ബന, അതുകൊണ്ട് ഞങ്ങളുടെ രക്ഷിതാവേ, വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. ഇതാണ് വിശ്വാസികൾ പറയുന്നത്. അപ്പോൾ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുക എന്നത് ഈമാന്റെ ഭാഗമാണ്. ഈമാന് അത് ഒരു അടിയുറച്ച വിശ്വാസമാണ്, ഈമാന്റെ ഭാഗമാണ്. ആ കൂട്ടത്തിൽ അവസാനം വന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അങ്ങനെ തുടങ്ങി പ്രവാചക പരമ്പര അങ്ങ് നീണ്ട് ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബിയെക്കുറിച്ച്, നബിയുടെ നിയോഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ആ നബിയെക്കുറിച്ച് പറയുകയാണ്. വമാ അർസൽനാക, നബിയെ താങ്കളെ നാം അയച്ചിട്ടില്ല, ഇല്ലാ കാഫത്തൻ ലിന്നാസ്, മുഴുവൻ മനുഷ്യരിലേക്കും വേണ്ടി അല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. എങ്ങനെ? ബഷീറൻ വനദീറാ, ബഷീറായിക്കൊണ്ടും നദീറായിക്കൊണ്ടും, അഥവാ സന്തോഷ വാർത്ത അറിയിക്കുന്നവനും സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നവനും, വനദീറ, നരകത്തെ കൊണ്ട് താക്കീത് നൽകുന്നവനായിക്കൊണ്ടുമാണ് നബിയെ താങ്കളെ നാം അയച്ചിട്ടുള്ളത്. അപ്പോ എല്ലാ മനുഷ്യരിലേക്കും വേണ്ടിയാണ് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുള്ളത്. വീണ്ടും അള്ളാഹു മറ്റൊരു സൂറത്ത് അഅറാഫ്, ആ അഅറാഫിൽ അള്ളാഹു പറയാണ്, ഖുൽ, നബിയെ പറയുക, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാന്റെ ദൂതനാകുന്നു, ഇലൈക്കും, നിങ്ങളിലേക്ക്, ജമീഅൻ, മുഴുവനായി, നിങ്ങൾ എല്ലാവരിലേക്കുമായി കൊണ്ടുവന്ന പ്രവാചകനാണ്, ദൂതനാണ് ഞാൻ എന്ന് നബിയെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള പ്രവാചകൻ ഇപ്പൊ നമുക്ക് വേണ്ടി മാത്രമല്ല, അറബികളിലേക്ക് വന്ന പ്രവാചകനല്ല, അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിലേക്ക് വന്ന പ്രവാചകനല്ല, മറിച്ച് ഈ ഇപ്പോഴും ഇനി ജനിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരിലേക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ്, പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും വേണ്ടി വന്നതാണ്. ഇപ്പം മുഹമ്മദ് നബി നമ്മുടെ മാത്രം, നമുക്കൊരു ധാരണയുണ്ട്, ഈ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പ്രവാചകൻ അല്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം വേദഗ്രന്ഥമല്ല, അത് ഖുർആൻ തന്നെ പറയുന്നത് ഇത് ലോകർക്ക് സന്മാർഗദർശനമായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന്, മുഴുവൻ ലോകത്തിനും വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറയുന്ന മറ്റൊരായത്ത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, നബിയെ ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല, ലോകത്തിന് വന്നതാ. അപ്പൊ നമ്മുടെ മാത്രം നബിയല്ല, മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയുള്ള എല്ലാവർക്കും, ഇവിടെ ജീവിക്കുന്ന, ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ, എല്ലാവരിലേക്കും വന്ന പ്രവാചകനാണ്. ആ പ്രവാചകനോടുകൂടി പ്രവാചക പരമ്പര അവസാനിപ്പിക്കുകയാണ് അള്ളാഹു ചെയ്തത്. ഇനിയൊരു പ്രവാചകൻ ലോകത്തിന് കടന്നു വരാനില്ല, ഇനിയൊരു പുതിയൊരു പ്രവാചകൻ ഈ ലോകത്തേക്ക് കടന്നു വരാനില്ല, നിയോഗിക്കപ്പെടാനില്ല. ഏറ്റവും അവസാന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി
വഖാതമൻ നബിയീൻ വഖാതമൻ നബിയീൻ മാ കാന മുഹമ്മദ് നബി അല്ല അബാ അഹദിൻ മിൻ റിജാലിക്കും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പുരുഷന്റെയും പിതാവല്ല. ഏതാണ് ഒരു പശ്ചാത്തലം? സയ്യിദ് റളിയല്ലാഹു അൻഹുമായിട്ടുള്ള ഒരു പശ്ചാത്തലം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് ആ സംശയത്തിന് ദൂരീകരണം നടത്തുകയാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ അത് തൊലാഖു ചൊല്ലി. അവർ നമ്മളുടെ ഇടയിലുള്ള വിഷയം ഒക്കെ ഉണ്ടായപ്പോൾ ആ തൊലാഖു ചൊല്ലി. പിന്നീട് ആ പെണ്ണിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുക. അപ്പോൾ ഒരു സ്വാഭാവികമായ ഒരു ചർച്ച കാര്യം വന്നു. മകൻ്റെ ആ ഭാര്യയെ ഇതാ വാപ്പ വിവാഹം കഴിക്കുന്നു. അപ്പോൾ പറഞ്ഞതാണ് അങ്ങനെയല്ല, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പുരുഷന്റെയും പിതാവല്ല. നമുക്കറിയാം ദത്തുപുത്രനാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. നബിയുടെ സ്വന്തം മകനല്ല, ദത്തുപുത്രനായിട്ട് എടുത്ത ദത്തുപുത്രനെ അങ്ങനെ വിവാഹം കഴിക്കാമെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു അനുവാദമുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ആ കൂട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാകിൻ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകനും വഖാതമൻ നബിയീൻ നബിമാരിൽ അന്ത്യ പ്രവാചകനുമാകുന്നു. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. അത് ഒരു ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മസലി വമസലൽ അംബിയാഇ മിൻ ഖബലി കമസലി റജുലിൻ ബനാ ബൈതൻ ഫഅഹ്സനഹു വഅജ്മലഹു ഇല്ലാ മൗളിഇ ലബനത്തിൻ മിൻ സവായ ഫജഅല الناس يطوفون به ويجعلون له ويقولون هلا وضعت هذه اللبنة قال فأنا اللبنة وأنا خاتم النبيين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പ്രവാചകന്റെ ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന മസലി വ മസലുൽ അംബിയാ എന്റെയും മറ്റു പ്രവാചകന്മാരുടെയും ഉദാഹരണം മിൻ ഖബലി കമസലി റജുലിൻ ഒരു മനുഷ്യന്റെ മാതിരിയാകുന്നു. ബനാ ബൈതൻ ഒരു വീടുണ്ടാക്കിയ ആ മനുഷ്യൻ ഫഅഹ്സനഹു വഅജ്മലഹു ഏറ്റവും സുന്ദരമായ വീട്, ഭവനം, ഒരു വീട്, ഏറ്റവും അതിന് ഭംഗി കൊണ്ടും എല്ലാം കൊണ്ടും ആകർഷണമുള്ള, എല്ലാവരെയും ആകർഷിപ്പിക്കപ്പെടുന്ന ഒരു വീട്, എല്ലാവരും കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു വീട്. അങ്ങനെയുള്ള ഒരു വീട് അദ്ദേഹം ഉണ്ടാക്കി. ഇല്ലാ മൗളിഅ ലബിനത്തിൻ സവായ മിൻ സവായ അതായത് മൂലയ്ക്ക് ഒരു കല്ല് മാത്രം ഒഴിവാക്കിയിട്ടു. ആ മനുഷ്യനൊരു വീട് വെച്ചു, സുന്ദരമായ വീടാണ്. പക്ഷേ ആ വീട്ടിൽ ഒരു പോരായ്മ ഉണ്ട്. എന്താണ്? ആ മൂലയ്ക്ക് ഒരു കല്ല് വന്നിട്ടില്ല. ആ കല്ലും കൂടെ വെച്ചിരുന്നെങ്കിൽ ജനങ്ങൾ പറയുകയാണ് ആ ഭവനത്തെ ചുറ്റിക്കൊണ്ട് അതേപോലെ അത്ഭുതപ്പെട്ടുകൊണ്ടും അവർ പറയുകയാണ് വയഖൂലൂൻ ആ ആളുകൾ പറയുകയാണ് ഹല്ലാ വുദിഅത് ഹാദിഹി ലബന ഈ കല്ലുകൂടി വെച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമാകുമായിരുന്നു, ഈ വീട് എത്ര സുന്ദരമാകുമായിരുന്നു, എത്ര മനോഹരമാകുമായിരുന്നു, അത് വെച്ചില്ലല്ലോ എന്ന് പറയും. അപ്പോൾ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഫഅനൽ ലബന ആ കല്ല് ഞാനാണ്. അതായത് പ്രവാചകന്മാരുടെ ഒരു വീടായിട്ട് സങ്കല്പിച്ചാൽ ആ വീട്ടിലെ ആ കല്ല് വെക്കാനുള്ള സ്ഥലം ആ ഒരു കല്ല് വെച്ചാൽ ആ വീട് പൂർണ്ണമാകുമെങ്കിൽ ആ പൂർത്തീകരണം ആണ് ഞാൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നു. വഅന ഖാതമൻ നബിയീൻ ഞാൻ അന്തിമ പ്രവാചകനാണ്, അന്ത്യപ്രവാചകൻ. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. പ്രവാചകന്മാർക്കില്ലാത്ത, മറ്റു പ്രവാചകന്മാരില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമായിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു 5 എടുത്തു പറയപ്പെടേണ്ട ഗുണങ്ങൾ, പ്രത്യേകതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഫളൽനാ അലൽ അംബിയാഇ ബിഖംസിൻ ഇതര പ്രവാചകന്മാർക്കില്ലാത്ത ഒരു 5 ശ്രേഷ്ഠതകൾ അള്ളാഹു എനിക്ക് മാത്രമായിട്ട്
നൽകുകയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ജുഇലത്തു സുഫൂഫുനാ കസുഫൂഫിൽ മലായിക. ഒന്നാമത്തെ പ്രത്യേകത, നമ്മുടെ ഈ സഫുണ്ടല്ലോ അത് മലക്കുകളുടെ സഫ് പോലെയാണ് ആക്കി തന്നു റബ്ബ്. നമ്മളിപ്പോൾ ഈ നമസ്കാരത്തിന് സഫ് കെട്ടുമല്ലോ, ആ സഫ് മലക്കുകളുടെ സഫ് മാതിരിയാക്കി തന്നു അല്ലാഹു. മലക്കുകൾ ആ രീതിയിലാണ് സഫ് കെട്ടുന്നത്. നമ്മുടെ നിസ്കാരത്തിലെ സഫ് അത് മലക്കുകളുടെ സഫ് പോലെയാണ് എന്ന് പറയുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ വജുഇലത്തിൽ അർളു മസ്ജിദൻ വതഹൂറ. ഭൂമി മുഴുക്കെ എനിക്ക് സുജൂദ് ചെയ്യാനുള്ള ഇടമാക്കി തന്നു. ശുദ്ധമാക്കുകയും സുജൂദ് ചെയ്യാനുള്ള ഇടമാക്കി തരികയും ചെയ്യും. നമുക്ക് എവിടെ ചെന്നാലും നിസ്കരിക്കാം. ഒരാൾക്ക് എവിടെ വെച്ചും, ആകാശത്ത് വെച്ചും കടലിൽ വെച്ചും എവിടെ വെച്ചും അയാൾക്ക് സമയമായാൽ നമസ്കരിക്കാൻ സാധിക്കുന്ന മാതിരി ഭൂമിയിൽ എവിടെ പോയാലും നമസ്കരിക്കാം. ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദാക്കി പ്രവാചകനെ അനുവദിച്ചു കൊടുത്തു. ഇവിടെ പള്ളി തന്നെ, നമ്മളിവിടെ ഒരു യാത്രയിലാണ്, നമ്മൾ ട്രെയിനിലാണ് എങ്കിൽ സമയമായി എങ്കിൽ അവിടെ നമസ്കരിക്കാം. പ്രത്യേകമായി വെള്ളം ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ ആ മണ്ണ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ശുദ്ധമായ പ്രതലത്തിൽ അടിച്ചുകൊണ്ട് നമുക്ക് അവിടെ ആ നമസ്കാരം നിർവഹിക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് മുസ്ലിങ്ങൾക്ക്, ഈ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്മാനമാണ്, ഗിഫ്റ്റാണ്. അത് പ്രവാചകൻ എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വനീമത്ത് സ്വത്ത് അനുവദിച്ചു തന്നു, നമ്മുടെ സമൂഹത്തിന് ഉപയോഗിക്കുമാർ. എന്താണ് വനീമത്ത്? യുദ്ധാർജിത സമ്പത്ത്. യുദ്ധത്തിൽ കിട്ടുന്ന ശത്രുക്കൾ വിട്ടേച്ചു പോകുന്ന, ഉപേക്ഷിച്ചു പോകുന്ന ആ സമ്പത്തുകൾ പലതും ഉണ്ടാവുമല്ലോ. കുതിര, അത് ആയുധങ്ങൾ പലതും അവിടെ കിട്ടുന്ന അത് ഈ ആളുകൾക്ക് അനുഭവിക്കാം എന്ന് ഉള്ള അനുമതി ഹലാലാക്കി കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ അത് വലം തഹില്ലു ലി അഹദിൻ കാന ഖബലന, നമ്മുടെ മുമ്പ് ആർക്കും അല്ലാഹു അതങ്ങനെ ഹലാലാക്കി കൊടുത്തിട്ടില്ല. അത് ഈ സമുദായത്തിന് അല്ലാഹു നൽകിയ അനുമതിയാണ്. അതും പ്രവാചകന് അല്ലാഹു പ്രത്യേകം കൊടുത്തതാണ്. അതേപോലെ തന്നെ പറയുകയാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എന്താണ് വകാന നബിയു യബ്അസു ഇലാ ഖൗമിഹി ഖാസൻ വബുഇസ്തു ഇലാ നാസി ആമ്മൻ. ഓരോ പ്രവാചകനും അതാത് സമൂഹത്തിലേക്ക് മാത്രം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടവരാണ്. എന്നാൽ വബുഇസ്തു, ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഇലാ നാസി ആമ്മ, മുഴുവൻ ജനങ്ങളിലേക്കും പ്രവാചകനായിട്ടാണ് അള്ളാഹു എന്നെ നിയമിച്ചിരിക്കുന്നത് എന്ന് പറയും. അപ്പം മുഴുവൻ പ്രവാചകന്മാരിലേക്കും മുഴുവൻ മനുഷ്യരിലേക്കും അള്ളാഹു നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അഞ്ചാമത്തെ ശ്രേഷ്ഠത എടുത്തു പറയുന്നത് നമുക്കറിയാം ഷഫാഅത്ത്, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ ഒരു അംഗീകാരമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നാളെ പരലോകത്ത് അല്ലാഹു ഷഫാഅത്തിനുള്ള അവസരം കൊടുക്കുന്നത് മറ്റു പ്രവാചകന്മാർക്കില്ല. മറ്റു പ്രവാചകന്മാരെയൊക്കെ ഈ ജനങ്ങൾ കാണും. അതായത് ഖിയാമത്ത് നാളിൽ ജനങ്ങൾ വിയർപ്പിൽ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ആ സൂര്യന്റെ ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ അങ്ങനെ കത്തിജ്വലിക്കുന്ന ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ ആഗ്രഹിക്കും, കൊതിക്കുകയും പല പ്രവാചകന്മാരിലേക്കും അവർ ശുപാർശയുമായിട്ട് ചെല്ലുകയും ചെയ്യും. അവരൊക്കെ അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അവരൊക്കെ മാറുകയാണ്. അവസാനമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി കൊടുക്കുകയാണ് വിചാരണക്കെടുക്കാൻ. അങ്ങനെ പ്രവാചകന്റെ ഷഫാഅത്ത് പല നിലക്കും പല സമയങ്ങളിലും പലർക്കുമായിട്ട് അത് ലഭിക്കുമെന്നാണ്. നരകത്തിൽ പോകുന്നവർക്ക് വേണ്ടി നരകത്തിലേക്ക് വിധി വന്നു, അവരെ പോലും പ്രവാചകന്റെ ശുപാർശ കൊണ്ട് രക്ഷപ്പെടുത്താൻ ആ ഷഫാഅത്തിന് കൊണ്ട് സാധിക്കുമെന്നുള്ളത് നരകത്തിൽ പോകുന്നവർ. അതേപോലെ തന്നെ സ്വർഗത്തിൽ പ്രവേശനാനുമതി കിട്ടി, സ്വർഗത്തിൽ പോകാൻ അനുമതി കിട്ടി.
പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല. നബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വർഗത്തിന്റെ വാതിലിൽ പോയി ഇങ്ങനെ കൊട്ടും മുട്ടും. എന്നിട്ട് അവിടെ അപ്പോഴാണ് അത് തുറക്കപ്പെടുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇത് വരും, അറിയിപ്പ് വരും, ആരാണ് ഇത്? മുഹമ്മദാണ്. എങ്കിൽ താങ്കൾക്ക് വേണ്ടിയാണ് ഇത്ര നേരം കാത്തിരുന്നത്, താങ്കൾക്ക് അല്ലാതെ മറ്റാർക്കും തുറക്കാൻ ഇത് അനുമതിയില്ല എന്ന് പറയും. അപ്പൊ നോക്കുക സഹോദരങ്ങളെ, പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ പ്രത്യേകമായ ശ്രേഷ്ഠതകൾ. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമ്മൾ അറിയണം. ആരാണ് ഈ പ്രവാചകൻ? നമ്മൾ പറയുന്ന, നമ്മൾ കേൾക്കുന്ന, ബാങ്കിലൂടെ കേൾക്കുന്നു, അതേപോലെ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നൊക്കെ നമ്മൾ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ പല പ്രാവശ്യം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. എങ്കിൽ അറിയണം നമ്മൾ ഈ പ്രവാചകൻ ആരാണ് എന്ന് നമ്മൾ അറിയണം. ആ പ്രവാചകന്റെ ഗുണം തീരുന്നില്ല. ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് വരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് വരുന്നത്, സ്വർഗത്തിൽ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ധാരാളം പ്രത്യേകതകളുണ്ട്. ആ പ്രവാചകന്റെ അനുയായികളാണ് നാം എന്ന് നമുക്ക് അഭിമാനം കൊള്ളാൻ നമുക്ക് കഴിയണം. എന്നിട്ട് ആ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങൾ അത് പിൻപറ്റാൻ സാധിക്കണം. മറ്റു പ്രവാചകന്മാരെ കുറിച്ചൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അവരൊക്കെ അതാത് പ്രദേശങ്ങളിലേക്കും ഒക്കെ നിയോഗിക്കപ്പെട്ടവരാണ്. ഓരോ പ്രദേശത്തിലേക്കുമായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ്. ഖുർആനിൽ 25 നബിമാരുടെ ചരിത്രങ്ങൾ, കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ ചില പ്രവാചകന്മാരുടെ പേര് മാത്രം പരാമർശിച്ചു പോയിട്ടുണ്ട്. കൂടുതൽ വിവരണങ്ങളൊന്നുമില്ല. ദുൽഖിഫിൽ അലൈഹിസ്സലാം, ദുൽഖിഫിൽ എന്ന് പറയുന്ന പ്രവാചകൻ പേര് മാത്രമേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. എന്നാൽ കൂടുതൽ തവണ പറയപ്പെട്ട പ്രവാചകൻ, ഏറ്റവും കൂടുതൽ തവണ ഖുർആനിൽ പേര് പറയപ്പെട്ട ചരിത്രം വിവരിക്കുന്ന പ്രവാചകൻ ആരാണ്? മൂസാ നബി അലൈഹിസ്സലാം. രണ്ടാമതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രങ്ങൾ പറയും. ആ പ്രവാചകന്മാർ അവരൊക്കെയും അതാത് സമൂഹങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവരാണ്. ആദ് അലൈഹിസ്സലാം, ഹൂദ് നബിയുടെ കാര്യം പറയുകയാണ്. വൈല ആദിൻ അഖാഹും ഹൂദൻ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. വൈല ആദിൻ, ആദിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ, അഖാഹും അവരിൽ നിന്നുള്ള ഒരു സഹോദരൻ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറയുക, ആദി ജനതയിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അതുപോലെ തന്നെ വൈല സമൂദ അഖാഹും സ്വാലിഹ, സ്വാലിഹ് നബിയെ സംബന്ധിച്ച് പറയുകയാണ്, സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലിലേക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലിലേക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. ഈസാ നബിയെ പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൊട്ടു മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വ്യക്തമായി ആ ജനതയോട് പറയുന്നുണ്ട്, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് വരുമെന്ന്. ഖുർആൻ സൂറത്തു സഫിൽ കാണാം, വൈദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാതി ഖാലു ഹാദാ സിഹ്റുൻ മുബീൻ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഇസ്രായേലിയരെ, ബനൂ ഇസ്രായേലിയരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് എല്ലാം ഉള്ള പ്രവാചകനാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടും വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, അഹ്മദ് എന്നു പേരുള്ള ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത, സുവിശേഷം അറിയിക്കുവാനുമാണ് ഞാൻ നിങ്ങളിലേക്ക് പ്രവാചകനായി വന്നിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് അവർക്ക് ബോധ്യമുണ്ട്.
ഈ ആളുകൾക്കറിയാം അവസാനം വന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന്. പക്ഷേ അവർ അത് മറച്ചു വെക്കുകയാണ്, മൂടി വെക്കുകയാണ്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അവരെ അതിനെ അനുവദിക്കുന്നില്ല. അംഗീകരിക്കാൻ, മുഹമ്മദ് നബിയെ പിൻപറ്റാൻ അവർ പഴയ നിയമവും പുതിയ നിയമവും മാത്രമേ അവർ പിൻപറ്റുന്നുള്ളൂ. എന്നാൽ ഏറ്റവും പുതുതായി വന്ന ന്യൂ ടെസ്റ്റ്മെന്റ്, ഈ ഏറ്റവും പുതുതായി വന്ന ഈ ഖുർആനിനെ അവർ പിൻപറ്റുന്നില്ല. അപ്പൊ കൃത്യമായിട്ട്, വളരെ കൃത്യമായി ബൈബിളിലും എല്ലാം പറയപ്പെട്ടിട്ടുള്ളതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു പ്രവാചകനെയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ആ ഒരു പ്രവാചകന്റെ ഉമ്മത്താണ് നാം. അതിൽ നമ്മൾ അഭിമാനം കൊള്ളുക. എന്നിട്ട് ആ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, ഇത്തിബാ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി, പ്രവാചകന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി അത് സ്വന്തം ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبي المرسلين وعلى آله وصحابه أجمعين أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതയും ഫളലുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇത് ഒരു ആമുഖമായിട്ടാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ആ സുന്നത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അതിൻ്റെ പൂർണ്ണമായ വിശദീകരണം നമുക്ക് പറയാം. അള്ളാഹു അനുവദിക്കുമാറാവട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന നിലയിൽ ഈ സമൂഹത്തിനും ചില പ്രത്യേകതകളും പ്രാധാന്യവും അള്ളാഹു നൽകിയിട്ടുണ്ട്. നമുക്കുമൊക്കെ ചില പ്രാധാന്യമുണ്ട്. അതിൽ ഒന്നാമത്തത് ഖുർആൻ എടുത്തു പറയുന്നത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തുൽ ലിന്നാസ്, നിങ്ങൾ ഉത്തമ സമൂഹമാണ് എന്ന്. ജനങ്ങൾക്ക്, ലോകത്ത് മനുഷ്യർക്ക് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമൂഹമാണ് നിങ്ങൾ. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത, അപ്രകാരം നിങ്ങളെ നാം ഒരു ഉമ്മത്തൻ വസത്ത്, ഒരു മധ്യമ സമൂഹമാക്കി നിങ്ങളെ മാറ്റിയിരിക്കുന്നു. എന്നിട്ട് വയകൂന റസൂലു അലൈക്കും ഷഹീദ, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകുവാനും റസൂൽ നിങ്ങൾക്ക് സാക്ഷിയാകുവാനും വേണ്ടിയെന്ന് അള്ളാഹു അവിടെ പറയുകയാണ്. അപ്പോൾ ഉത്തമ സമൂഹത്തിൻ്റെ ആളുകളാണ് നാം എന്ന കാര്യം നമ്മൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ആ ഉത്തമ സമൂഹത്തിന്റെ പ്രത്യേകത? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി, അല്ലേ? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തു ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരും നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരുമാകുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായത്തെക്കുറിച്ച് പറയുകയാണ്, എൻ്റെ സമുദായം കാരുണ്യം ചെയ്യപ്പെട്ടവരാകും, എൻ്റെ സമുദായം കാരുണ്യം ചെയ്യപ്പെട്ടവരാകും, അവർക്ക് പരലോകത്ത് ശിക്ഷയില്ല. ഈ സമൂഹത്തിന് പരലോകത്ത് ശിക്ഷയില്ല. അവർക്കുള്ള ശിക്ഷ ഇഹലോകത്ത് വരുന്ന കുഴപ്പങ്ങളും ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും മറ്റു പരീക്ഷണങ്ങളുമാകുന്നുവെന്ന് സ്വഹീഹുൽ ജാമിയിലെ ആ ഗ്രന്ഥത്തിൽ 1396 ഹദീസായിട്ട് പറയുന്നത്. ഈ സമൂഹത്തിന് പരലോകത്ത് ശിക്ഷയില്ല. പിന്നെ ഇവിടെ വരുന്ന ശിക്ഷകളെന്ന് പറയുന്നത് ദുനിയാവിലാണ്. അത് വലിയ പരീക്ഷണങ്ങൾ, ഭൂകമ്പങ്ങൾ, അതുപോലെയുള്ള യുദ്ധങ്ങൾ, കുഴപ്പങ്ങളൊക്കെയാണ്. എന്നാൽ പരലോകത്ത് അതൊന്നും ഉണ്ടാവുകയില്ല. അത്തരം ശിക്ഷകളൊന്നും പരലോകത്ത് ഉണ്ടാവുകയില്ല എന്ന് പറയും. അതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ അന്തിമ സമുദായവും
ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നവരും നിങ്ങളാവും. നിങ്ങൾ അന്തിമ സമൂഹം, ഏറ്റവും അവസാനത്തെ സമൂഹം നിങ്ങളാണ്. അതേപോലെ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നതും നിങ്ങളാണ്. ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതും നിങ്ങളാണ്. ഇതും ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ സമൂഹത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകത. അതേപോലെ നബി പറയുകയാണ്, എൻ്റെ സമുദായത്തിൻ്റെ ഉപമ ഒരു മഴയെ പോലെയാണ്. എന്താണ്? അതിൻ്റെ ആദ്യത്തിലാണോ അവസാനത്തിലാണോ ഗുണം എന്ന് അറിയുകയില്ല. എപ്പോഴാണ് അതിൻ്റെ ഗുണം ഉണ്ടാവുക എന്ന് അറിയുകയില്ല. ആദ്യത്തിലാണോ അവസാനത്തിലാണോ ആ മഴയുടെ ഗുണം പ്രകടമാകുക എന്ന് അറിയുകയില്ല എന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ പ്രാധാന്യം, വലിപ്പം എത്രയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ സന്തതികളാണ് നാം ഓരോരുത്തരും. നാം അരക്ഷിതരാകേണ്ടതില്ല, നാം നിരാശരാകേണ്ടതില്ല. നമ്മൾ തന്നെയാണ് ഉന്നതന്മാർ. ആ സ്വർഗത്തിലേക്ക് പ്രവാചകൻ പഠിപ്പിച്ച് കാണിച്ചു തന്ന ആ സ്വർഗത്തിലേക്ക് പോകാൻ നമ്മൾ എപ്പോഴും ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരായിരിക്കണം. നമ്മൾ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ചില ആളുകളൊക്കെ സുന്നത്തിനോട് നിസ്സാരമായ ഭാവമാണ് കാണിക്കുന്നത്. സുന്നത്തല്ലേ എന്ന് പറഞ്ഞു. ഞെരിയാണിക്ക് മേലെ വസ്ത്രം കയറ്റി ഉടുക്കണമെന്ന് നബി പറഞ്ഞതാണ്, നബി പഠിപ്പിച്ചതാണ്. വലത് കൈകൊണ്ട് ഭക്ഷിക്കണമെന്ന് നബി പഠിപ്പിച്ചതാണ്. പക്ഷെ അത് ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെ അല്ലേ എന്ന് പറയാൻ അധികാരവും അവകാശവും നമുക്കില്ല. റസൂലിനെ പിൻപറ്റുക എന്നുള്ളത്, അതാണ് ഇത്തിബാഉർ റസൂൽ എന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രത്യേകിച്ചും മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമെല്ലാം അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെടുമ്പോൾ ഈമാനോടുകൂടി മരിക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.